എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്ടറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഒന്ന് കേൾക്കാനുള്ളത്, ഈ ഭരണകൂടത്തിന് എന്ത് ധാർമ്മികതയാണ് നിങ്ങളുടെ ഈ വാർഷിക കോലാഹലം കാണിച്ചു കൂട്ടാൻ? ഒരു വശത്ത് സഹാക്കളെ വിട്ട് വ്യാപാരികളിൽ നിന്നും അനാവശ്യമായി പിരിവ് നടത്തുക. അത് പിരിവ് കൊടുത്തില്ലെങ്കിൽ അവരുടെ സ്ഥാപനം തീർച്ചയായിട്ടും ഇവർ ഷട്ടർ ഇടിയിക്കും. ഈ വ്യാപാരികൾക്ക് തുറന്നു പറയാൻ ഭയമാണ്. പറഞ്ഞാൽ അതിന് തിരിച്ചടി കിട്ടുമെന്ന് വളരെ ബോധ്യമുണ്ട് ഒരു വശത്ത്. മറുവശത്ത് പാവപ്പെട്ടവൻ്റെ അധ്വാനിച്ച കാശെടുത്ത് കോടാനുകോടികൾ ചിലവഴിക്കുന്നത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ വികാരമെന്ന് മനസ്സിലാക്കുന്നില്ല. ഇവർക്കെന്ത് ധാർമ്മികതയാണ്? യാതൊരു ധാർമ്മികതയും ഇല്ലാതെ ഈ ഒരു മാമാങ്കം നടത്തുന്നതിൻ്റെ എന്താണ് ഇവർക്ക്? എന്ത് അവകാശമാണ് ഉള്ളത്? ഒന്നുമില്ല. അധ്വാനിച്ചവർക്ക് കൂലി കൊടുക്കാതെ അവരെ സമരത്തിലേക്ക് തള്ളിവിട്ട് വീണ്ടും അവരെ നിരാഹാര സമരം വരെ നടത്തേണ്ട സ്റ്റേജിൽ ആക്കിയതിന് ശേഷം ഇവർ AC കൂടാരങ്ങളിൽ നിന്ന് ആഘോഷ പരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ്. ഇതിനൊക്കെ ജനം മറുപടി നൽകും. ഇപ്പോൾ വിഴിഞ്ഞത്തെ ആഘോഷത്തിന് എന്തൊക്കെയോ ഇവിടെ കാട്ടിക്കൂട്ടുന്നു. ഇതിനുള്ള ഒരു അർഹത ഇവർക്കുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കുക. രാത്രിയും പകലും കഷ്ടപ്പെട്ട് ആ പാവം മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആക്കുമ്പോൾ എവിടെയോ കിടന്നൊരു വേശ്യസ്ത്രീയെ കൊണ്ട് ആ പാവം പിടിച്ച മനുഷ്യനെ ഇല്ലാതാക്കി കള്ളക്കേസ് കൊടുത്തു. അദ്ദേഹം എങ്കിൽ തന്നെയും ആ കേസുകളിൽ നിന്ന് എല്ലാം ജയിച്ച് അങ്ങനെ നിരപരാധിത്വം അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞു. എന്നിട്ട് പോലും വിട്ടില്ല. ആ മാനസിക വേദനയിൽ ഒരു ക്യാൻസർ രോഗിയായി അദ്ദേഹത്തിന് മരിക്കേണ്ടി വന്നു. ഇതെല്ലാവർക്കും അറിയുന്ന ഒന്നാണ്. ആ പ്രോജക്റ്റിന് ഏറ്റവും കൂടുതൽ തുരങ്കം വെച്ച ആ മനുഷ്യനാണ് ഇന്ന് ഇവിടെ എന്തോ ഉണ്ടാക്കിയെന്നുള്ള ഒരു ഭാവന ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഇന്നൊരു മന്ത്രി പറഞ്ഞു കേട്ടോ, അത് ഞങ്ങളുടെ കുഞ്ഞല്ലേ, അതുകൊണ്ടല്ലേ ഞങ്ങൾ പോയി കണ്ടത്. ഏത് കുഞ്ഞ്, എപ്പോഴുണ്ടായ കുഞ്ഞ്, അതൊന്ന് ബോധ്യപ്പെടുത്താൻ നന്നായിരിക്കുമായിരുന്നു. ഇനി അതിൽ അതിൽ ആ ഫങ്ഷനിൽ അറ്റൻഡ് ചെയ്യാൻ ഏതെങ്കിലും ആൾക്കാർ പോകണമെങ്കിൽ, ഞാനിത് ഈ CPM കുറിച്ച് പറയുന്നില്ല, അല്ലാത്തവർ ആരെങ്കിലും പോകണമെങ്കിൽ സാധിച്ചാൽ ഒരു ചെറിയൊരു കുപ്പിയിൽ ഇത്തിരി ചാണകമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അമ്പലത്തിൽ നിന്ന് കിട്ടിയ ശുദ്ധജലമോ, അതായത് ജപിച്ച ജവമുണ്ടെങ്കിൽ അതൊന്ന് പോക്കറ്റിൽ കരുതി അതൊന്ന് തളിച്ചേക്കണം. കാരണം അതില്ലാതെ ആര് പോയാലും നിങ്ങളെയും ദൈവം ശിക്ഷിക്കും. കാരണം അത്ര വൃത്തികെട്ട മനസ്സുകളുടെ ഉടമയാണ് അവിടെയൊക്കെ കൂടിയിരിക്കുന്നത്, നിങ്ങൾക്ക് കാണുന്നതും. അതുകൊണ്ട് അവരിൽ നിന്ന് കുറച്ച് അകന്ന് നിൽക്കുക. ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് തെറ്റാണെന്ന് അറിഞ്ഞാൽ തന്നെയും പോകണമല്ലോ. പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ പോകണവർ പൊയ്ക്കൊള്ളുക. ഇനി പോയില്ലെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ആ തീരുമാനം പോണവർ എടുക്കുക. ഇനി പറയാനുള്ളത്, ഇനിയെങ്കിലും ഈ മറ്റുള്ളവരെക്കുറിച്ചുള്ള ഈ അർത്ഥമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്താതിരിക്കുക. ഈ കാട്ടിക്കൂട്ടുന്ന ഈ തോന്നിയവാസങ്ങൾക്ക് സ്വയം ചിന്തിക്കുക. ഇതിനൊക്കെ ജനം ശരിക്കുള്ളൊരു മറുപടി തരും. എന്നാൽ ഇതിനുപയോഗിക്കേണ്ട വാക്കുകൾ ഇന്ന് നമ്മുടെ മലയാള അക്ഷരമാലയിലില്ല. അതിനൊരു പുതിയ അക്ഷരമാല രൂപപ്പെടുത്തി അതിൽ കൂടിയുള്ള പുതിയ പുതിയ വാക്കുകൾ ഉണ്ടെങ്കിൽ ഇവർക്ക് ഇവരെക്കുറിച്ച് പറയാൻ പറ്റൂ. കാരണം ഇപ്പോൾ ഉള്ള
അക്ഷരമാലകൾ അതിൽ നിന്നും ഒന്നും തിരഞ്ഞെടുക്കാൻ പറ്റും. കാരണം ഇത് മോശമായ ഭാഷകൾ ഉപയോഗിക്കേണ്ട നമ്മുടെ ഈ ഉള്ള ഭാഷയിലെ വാക്കുകൾ കടമെടുത്തത് ഉപയോഗിക്കേണ്ട. അതിന് പറ്റിയ കുറേ കഥാപാത്രങ്ങളുണ്ട്, അതിന് ഏറ്റവും പറ്റിയ കുറേ വാഴക്കൂടുകളുണ്ട്, ജിമിക്കിക്കമ്മലുണ്ട്. അതൊക്കെ കൊടുത്ത് അതിനും കുറച്ച് ലക്ഷങ്ങൾ അതിൻ്റെ പേരിൽ ഉണ്ടാക്കാം. അങ്ങനെ കുറച്ച് ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയ കഥകളിലുള്ള എക്സ്പീരിയൻസുള്ള നല്ല കഥാപാത്രങ്ങൾ ഉള്ളിൽ തന്നെ ഉണ്ട്. അവർക്കതൊരു ജോലിയാകും. അതായിരിക്കും നല്ലത്. ആ അക്ഷരമാലകളൊന്ന് പുതിയതായിട്ട് അതിനനുസരിച്ചുള്ള കോർത്തിണക്കിയ അനുമോദനങ്ങൾ ആ അക്ഷരമാലയിൽ കൂടി നമുക്ക് ഉണ്ടാക്കിയേക്കാം. ഒരു പ്രയാസം വരില്ല. അടുത്തത് ഈ പ്രധാനമായി നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി വലിയൊരു മോശമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ നമ്മൾ തരണം ചെയ്യുന്നത്. അതിനിവർ ഒന്നും ചെയ്യില്ല. കാരണം ഇവരുടെ അവസാന നാൾ വരെ ഇത് പണ്ട് ആ തോമസ് ഐസക് അദ്ദേഹം പറഞ്ഞ ധവളപത്രം ഉണ്ടാക്കണമെന്ന് എന്തായാലും ചാർജ് എടുത്തപ്പോൾ ഞാൻ പറയുന്നത്, ഈ ധവളപത്രം ഇവർ സ്വയം ഉണ്ടാക്കി ഇവർ വർദ്ധിച്ചു എത്ര കടം എന്താണെന്ന് ഇവർ ഒന്ന് ആൾക്കാരുടെ മുന്നിൽ പ്രൂവ് ചെയ്തിട്ട് പോകണമെന്ന് നന്നായിരിക്കും. കാരണം അത് ഇവർ ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ അതിനെപ്പറ്റിയുള്ളൊരു മൊത്തം വിവരണങ്ങളും കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ ധനമന്ത്രി ഒന്ന് പബ്ലിക്കിന് അറിയുന്ന രീതിയിൽ ഒരു പബ്ലിക്കേഷൻ നടത്തുക. ധവളപത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഒന്ന് ചെയ്തു പോണത് നന്നായിരിക്കും. ഇനിയിപ്പോൾ 2 ദിവസം ഇവിടെ മാമാങ്കമായിരിക്കും. പ്രധാനമന്ത്രി ഈ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വരികയാണല്ലോ. അപ്പോൾ ഇനിയിപ്പോഴും അവിടെയും കാണും കുറച്ച് ആ സ്റ്റേജിൽ ആരൊക്കെ വന്നിരിക്കുന്നു, ഏത് ബിംബങ്ങളാണോ കൊണ്ടിരുത്തുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. പ്രോട്ടോക്കോൾ അനുസരിച്ച് ചെറിയൊരു വിശ്വാസം, ഒത്തിരി ആൾക്കാരൊന്നും അതിൽ കയറ്റിയിരുത്താൻ പറ്റിയില്ല ഈ പാർട്ട് ഓഫ് സെക്യൂരിറ്റി കാരണം. പക്ഷേ എങ്കിൽ തന്നെയും ആരെങ്കിലുമൊക്കെ എൻ്റെ മുന്നിൽ കൊണ്ട് കുത്തിക്കയറ്റിയിരുത്തും. ചിലപ്പോൾ ബോൺ ക്രിമിനലുകളായിരിക്കും. എന്താ പറയുക, പല കേസിനും പ്രതികളായവരൊക്കെ ആയിരിക്കും കൊണ്ട് അവിടെ ഇരുത്തുക. അവരെ കൊണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ ഇടയ്ക്ക് ഈ കുറേ പര്യടനമൊക്കെ നടത്തിയത്. വലിയ അതിശയോക്തിയായി ഞാൻ പറയണത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളല്ലേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ കാണിക്കുന്നു. ഏത് കുഞ്ഞുങ്ങളാണെന്നൊന്ന് വ്യക്തമാക്കി തന്നാൽ വളരെ നന്നായിരുന്നു. എന്തെങ്കിലും ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ കുറച്ച് വിശദമായ രീതിയിൽ പ്രസ്താവന ഇറക്കണം. പിന്നെ ഒരിക്കൽ കൂടി പറയുന്നു, വീണ്ടും ആ ഫംഗ്ഷനിൽ ആരെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് ആ പദ്ധതി നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ശുദ്ധീകരണം ചെയ്തിട്ട് വേണം അതിൽ നിങ്ങളുടെ പാദസ്പർശനം നടത്തേണ്ടത്. പാവം മോദിക്ക് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. അവിടെ മോദിയുടെ പാർട്ടിക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, തലപ്പത്തേക്കിലുണ്ട്. അത് പ്രത്യേകിച്ച് ആ രാജീവ് ചന്ദ്രശേഖർ ഒന്ന് ശ്രദ്ധിക്കണം. അദ്ദേഹത്തിനിപ്പം പ്രധാനമന്ത്രിക്ക് ഈ കുപ്പിയും ശുദ്ധീകരമായിട്ടൊന്നും വരാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഉള്ള പാർട്ടിക്കാരെങ്കിലും അതിനൊന്ന് വേണ്ട സംവിധാനം ഒരുക്കണം. നിങ്ങൾ ഒരു ചെറിയൊരു കുപ്പിയിൽ ഒരു ഔൺസായിരുന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഗംഗയിൽ നിന്ന് ശുദ്ധജലം കൊണ്ടുപോയി ഒരു പക്ഷേ ഗംഗയിൽ പോയി വന്നവരവിടെ കാണും. എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് വാങ്ങാം, ഇല്ലെങ്കിൽ ചാണകമായാലും മതി. അത് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയോടും നിങ്ങളോടും കാണിക്കുന്ന ഒരു വലിയൊരു പുണ്യപ്രവൃത്തിയായിരിക്കും. തീർച്ചയായിട്ടും അതിലെന്തെങ്കിലും ചെയ്യുക. കാരണം ഞാൻ ഇന്നലെ ഒരു വീഡിയോയിലും പറഞ്ഞായിരുന്നു ഈ ശുദ്ധീകരണത്തെക്കുറിച്ച്. അപ്പോൾ ഇപ്പോൾ ഇനിയൊന്നും അവിടേക്ക് കടന്നെത്താൻ പറ്റിയില്ല. കാര്യം അവിടെ ഈ സെക്യൂരിറ്റിയൊക്കെ നിലനിൽപ്പുണ്ട്. അവർ ഇതർക്കോനെ എത്തുമെന്ന് പറഞ്ഞ് ചുമ്മാ അവരെ വിരട്ടി വിടും, പാവം. അതുകൊണ്ട് അവരെ ഒന്നും ബുദ്ധിമുട്ടിലാക്കണ്ട. ഇവ ആ പേരും പറഞ്ഞ് ആരെങ്കിലും പിടിച്ച് അകത്തിടുക. ഇവർക്ക് വേറെ ജോലിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫംഗ്ഷൻ വരെ നമ്മൾ സമാധാനമായിരിക്കണം. ആർക്കും ഒരു പ്രതികരണമോ ഒന്നും വേണ്ട. ഇവരെന്താണെന്ന് വെച്ചാൽ അവരങ്ങനെ നടത്തട്ടെ. ഈ കൂടിപ്പോയാൽ ഈ പലരും പറയുന്നത് പോലെ ഇത് അവസാനത്തെ നാളുകളാണല്ലോ, അത് നല്ല ആളി കത്തിക്കണം. അവർ കത്തിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇഷ്ടത്തിനുള്ള നെയ്യൊക്കെ ഒഴിച്ച് വിളക്ക് എന്നിട്ട് കത്തിക്കട്ടെ.
അതിൽ നല്ല ചിരാഗായിരിക്കണം അതിലൊക്കെ വച്ചേക്കേണ്ടത്. എല്ലാം നല്ല പ്രകാശമായിട്ട് എല്ലാം സെറ്റപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും കാത്തിരുന്ന് കാണാം. ഈ പിരിവുകൾ ഒരു സൈഡിൽ നടക്കട്ടെ, ചിലവുകൾ വേറെ സൈഡിൽ നടക്കട്ടെ. ഇനിയിപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോളടിച്ചിരിക്കുന്ന പത്രക്കാരും കുറേ കണ്ട്രാക്കന്മാരുമാണ്. ഇവർക്കാണ് ഇപ്പോൾ യഥാർത്ഥ ഏറ്റവും വലിയ നേട്ടം. പിന്നെ PR ടീമാണെങ്കിൽ ഇപ്പോൾ നോക്കണം, നമുക്ക് 2-3 ദിവസത്തേക്ക് ഈ പത്രങ്ങളിൽ വരുന്ന പരിപാടികളൊക്കെ. പിന്നെ അത് ഇപ്പോൾ വീണ്ടും കേൾക്കുന്നു, ഈ മയക്കുമരുന്ന് മാഫിയകളുടെ കാശും വാങ്ങി ജയിൽ അധികൃതർ ടൂർ നടത്തുന്നതായിട്ട്. ഇനി ഇതിനപ്പുറം എന്താണ് ഇനി നമുക്ക് കേൾക്കേണ്ടിയുള്ളത്? ഇപ്പോൾ ഈ മയക്കുമരുന്ന് കച്ചവടത്തിന് ഇപ്പോൾ നല്ല സീസണാണ്. കാരണം പോലീസുകാരെല്ലാം ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്ന ആ തിരക്കിലാണ്. പിന്നെ അത് കഴിഞ്ഞാൽ വാർഷിക തിരക്കിലാണ്. അപ്പോൾ മയക്കുമരുന്നുകാർ അങ്ങ് അടിച്ച് പൊളിച്ചങ്ങോട്ട് അടയ്ക്കാണ്. അത് സിനിമാ ഫീൽഡിൽ മൊത്തം ഇപ്പോൾ അതായി. കാരണം ഇപ്പോൾ ഇവർക്കെല്ലാം യങ്സ്റ്റേഴ്സാണ്, പയ്യന്മാരാണ്. 25-30 വയസ്സുള്ള പിള്ളേരുകളാണ് ഇതിലേറ്റവും കൂടുതലൊക്കെ ഈ സിനിമാ ഫീൽഡ് ഇറക്കുന്ന കാര്യം. അവർക്ക് ഏറ്റവും കൂടുതൽ ഉത്തേജനം കിട്ടുന്ന സാധനം വളരെ സുലഭമായി അവൈലബിളാണ്. അപ്പോൾ അവർ തന്നെ ഏജൻസ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് അതിനൊന്നും നിർത്താൻ പറ്റില്ല. അത് നിർത്തണമെങ്കിൽ ഈ ഭരണ സംവിധാനം മാറിയാലേ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. കാര്യം ഇതിൻ്റെ മുന്നിൽ കാണുന്നതൊന്നും നല്ല മുഖങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് അതിൽ അറ്റൻഡ് ചെയ്യാൻ പോണവർ സാധിച്ചാൽ ഒരു ഔൺസ് ചാണകവെള്ളം കൂടെ കൊണ്ടുപോയി ഒന്ന് തളിച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിലോട്ട് ആ ഭാഗത്ത് ഒന്ന് പോകാൻ വേണ്ടി. ഈ വീഡിയോ എല്ലാവരും ഒന്ന് അറിയിക്കണം. കാരണം ഒരു ശുദ്ധീകലശം നമ്മളെല്ലാവരും വിചാരിച്ചെങ്കിൽ മാത്രം അവിടെ ശുദ്ധീകലശം ചെയ്യാൻ പറ്റൂ. കാരണം ഇനിയിപ്പോൾ ഗംഗയിലൊക്കെ പോയി അവിടെ നിന്ന് വെള്ളമൊക്കെ കൊണ്ടുവരാൻ പാടാണ്. കാര്യം ഫ്ലൈറ്റിനൊക്കെ ഇപ്പോൾ കോസ്റ്റ് കൂടുതലാണ്. പാവം പിടിച്ച പാർട്ടി അനുഭാവികൾ ഈ ഫംഗ്ഷൻ നല്ല രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഒപ്പം എല്ലാവർക്കും നമ്മുടെ പഴയ പോയ കാല മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ചും നമുക്കൊന്ന് ഓർക്കാം. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തി എപ്പോഴും നല്ല രീതിയിൽ ആത്മശാന്തി കിട്ടണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം മുകളിൽ നിന്നെല്ലാം ഇപ്പോൾ കാണുന്നുണ്ട്, അദ്ദേഹം സന്തോഷിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തെ ട്രാപ്പിലാക്കിയ ഒരു കോൾ ഗേൾ ബോൺ ക്രിമിനൽ എന്നുണ്ടല്ലോ, ഇവിടെയൊക്കെ കാണണം. അതിൻ്റെ ഇടം ഇപ്പോഴിപ്പോൾ അതിൻ്റെ സ്വരങ്ങളൊന്നും കാണാനില്ല. ഇനിയിപ്പോൾ അത് വേസ്റ്റായി. കാരണം അതിൻ്റെ സമയമെല്ലാം കഴിഞ്ഞു. അതിൻ്റെ ആ ബോഡിക്കുള്ള ഭംഗിയും ഗ്ലാമറും ഒക്കെ ഒന്നിപ്പോൾ കാണാം. ഒരിക്കൽ ഇടയ്ക്ക് എന്തോ പ്രത്യക്ഷപ്പെട്ട പോലെ തോന്നി. എനിവേ അത് അവരുടെ ഇത് നോക്കട്ടെ. ഇവർക്ക് ഇനി മറ്റൊരാൾക്കാരെ കണ്ടെത്താൻ അവരുടെ ലിസ്റ്റിൽ തന്നെ ഒത്തിരി ആരെങ്കിലും അവർ ആ അസൈൻമെൻറ്റ് കൊടുത്തോളൂ. കാണാം വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ. സാധിച്ചാൽ എല്ലാവരും എത്തിക്കുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.